പിന്നെ എന്തോ പറയുന്ന എല്ലാവരും എല്ലാവരും ചോറൊക്കെ കഴിച്ചോ കൂട്ടുകാരെ? പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന? ഞാൻ എൻ്റെ ചോറ് കഴിക്കാൻ പോന്ന്. എൻ്റെ ചാളക്കറി. നിങ്ങളവർക്ക് എപ്പോഴും ഇവർക്ക് ചാളയേ ഉള്ളൂ ഒന്ന്. ഇന്ന് 50 രൂപയുടെ ചാള മേടിച്ചു കേട്ടോ. ഇന്ന് 50 രൂപയേ ഉള്ളായിരുന്നു. ഇന്ന് 100 രൂപയുടെ മീനൊന്നും മേടിച്ചില്ല. പിന്നെ തേങ്ങ ഇല്ലായിരുന്നു, മുളക് കറിയാണ് വെച്ചത്. പിന്നെ ചേട്ടനിവിടെ ഉണ്ട്. ചേട്ടന് ഇപ്പം 2 ആഴ്ചയായി പനിയായിട്ട്, ശകലം കുറവുണ്ട്. പിന്നെ കൊച്ചുമോൾ സ്കൂളിൽ പോയി, കൊച്ചുമോൾ അംഗനവാടിയിൽ പോയി, മോളിവിടെ ഉണ്ട്. പിന്നെ എല്ലായിടും മഴയല്ലേ, എല്ലാവർക്കും ജോലിക്കൊക്കെ പോകാൻ പാടാ മഴയൊക്കെ ആയതുകൊണ്ട്. ഇവിടെയും നല്ല മഴയുണ്ട്. പിന്നെന്തോ പറയാനാ, അങ്ങനെ ഞാൻ ചോറ് കഴിക്കുന്നു. അങ്ങനെ മുളക് കറി എനിക്ക് പിടിക്കത്തില്ല, വയറ്റിന് പിടിക്കത്തില്ല എനിക്ക്. ഇവിടെ ഞാൻ കായംകുളത്ത് നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ മൊത്തം മുളക് കറിയാണ് വെക്കുന്നത്. അവിടെ എല്ലായിടവും മുളക് കറിയാണ് വെക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് തേങ്ങാക്കറി കൂട്ടി പഠിച്ചു പോയി. അതുകൊണ്ട് ഇപ്പം മുളക് കൂട്ടാനൊക്കെ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ തേങ്ങ മേടിക്കത്തില്ലെന്നല്ല, തേങ്ങ മേടിക്കും. കാശുള്ള സമയത്തിന് 2 കിലോ 3 കിലോ ഒക്കെ മേടിക്കും. കിലോ പൈസയൊക്കെ കുറവാകുമ്പം ദിവസവും 1 കിലോ തേങ്ങയും മേടിക്കണം. ഈ 1 കിലോ തേങ്ങ പിന്നെ കാപ്പിക്കും മീനിനും കൂടെ ഒന്നും കറിക്കും കൂടെ ഒന്നും ഒക്കത്തില്ല, അത് തീർന്നു പോകും. പിന്നെ പിന്നെന്തോ പറയാനാ, നാട്ടിൽ നിന്ന് ചേച്ചിയും അനിയത്തിയൊക്കെ വിളിക്കും. പിന്നെ ആങ്ങളമാർ വിളിക്കും. അവരുടെയൊക്കെ എല്ലാവരുടെയും മക്കളൊക്കെ വിളിക്കും. ഞാനും വിളിക്കും, മോള് വിളിക്കും. പിന്നെ എന്തോ ഇതൊക്കെ ഉള്ളു പറയാൻ. നിങ്ങളവർക്ക് എന്ന് ഈ ചേച്ചിക്ക് ചാളക്കറിയാന്ന് എല്ലാം ബുദ്ധിമുട്ടൊക്കെ. അത് തന്നെയല്ല, ഇന്ന് സ്ഥിരം മീൻ മേടിക്കുന്ന ആടെ കയ്യിൽ ഇന്ന് ചാളയേ ഉള്ളായിരുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ മേടിച്ചു തന്നെയായിരുന്നു. ഇതൊക്കെ തന്നെ മതി, ഇതൊക്കെ തന്നെ ധാരാളം. ഈ ഒരു കറിയൊക്കെ മതി. എന്നും ഇപ്പോൾ ഒത്തിരി കറികളൊക്കെ കാണുമോ? 2-3 വട്ടം കറിയൊന്നും എന്നും കാണത്തില്ല. ഉള്ള സമയത്തിന് 2 കറി 3 കറിയൊക്കെ ഞാൻ വെച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഇതേ ഉള്ളു. ഏട്ടന് വയ്യാതിരിക്കുമല്ലേ, അതൊക്കെ കൊണ്ട്. എന്നാൽ ചോദിക്കും, നിങ്ങളെന്താ ജോലിക്ക് പോകാത്തതെന്ന് നിങ്ങളൊക്കെ ചിലപ്പം വിചാരിക്കും. അല്ല ഉള്ളിലെങ്കിലും പറയും. ഞാൻ ജോലിക്കെല്ലാം പോയതാ, ഇപ്പം ഈയിടെ കൊണ്ടാണ് പോകാത്തതിന്. എല്ലാം ഒരാണുങ്ങൾ ചെയ്യുന്ന രീതിയിലെ കഷ്ടപ്പാട്, നല്ലപോലെ ജോലി ചെയ്തേ, നല്ല ചെമിട് കാര്യങ്ങളും എല്ലാ ജോലിയും എനിക്കറിയാം. ഇപ്പം ഞാൻ വെളിനാട്ടിലോട്ടൊന്ന് പോകണമെന്നുള്ള ഒരു തീരുമാനമാണ്. വീടൊന്നും ഇല്ലല്ലോ, ഒരു വീടൊക്കെ വേണ്ടായോ? എത്ര നാളിങ്ങനെ വാടകയ്ക്ക് ജീവിക്കും? പ്രായമൊക്കെ ആയി വരുമല്ലേ. പ്രായമായി വരുമ്പോൾ ഈ കെട്ടി വാരിക്കൊണ്ട് നടക്കാനൊക്കുമോ? അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലൊക്കെയാണ് ഞാൻ. പോയി കഴിയുമ്പോൾ ഞാൻ പോകാൻ ദൈവം എന്നെ അങ്ങനെ വിടാൻ വിധി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ച് പറയാം. എല്ലാവരെയും അറിയിപ്പിക്കാം, കൂട്ടുകാരെ എല്ലാം. ആരെയും മറക്കത്തില്ല കേട്ടോ. എല്ലാ ആൾക്കാരെയും വിളിക്കുമ്പം പറയും, എല്ലാവരെയും അറിയിപ്പിക്കാം, ആരെയും മറക്കത്തില്ല. പിന്നെ എല്ലാവരുടെയും അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്ന? കൂട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കുന്ന? എല്ലാവരെയും കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഇതൊക്കെ തന്നെ ഞാൻ പറച്ചിൽ. പിന്നെ ചാളയ്ക്ക് രുചിയൊക്കെ ഉണ്ട് കേട്ടോ. ചാളയെന്ന് പറഞ്ഞെങ്കിലും രുചിയുണ്ട്. പിന്നെ പിന്നെന്താ പറയാനാ, ഇത്രയൊക്കെ ഉള്ളു കഥകൾ പറയാൻ. എല്ലാവരും എനിക്ക് ലൈക്കൊക്കെ തരണം, ലൈക്കും തരണം, കമൻറ്റൊക്കെ തരണം, ഷെയർ ചെയ്യണം, ബെൽബട്ടനെ അമർത്തണം. എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല കേട്ടോ. വേറെ വീഡിയോ ഇടാനൊന്നും അറിയത്തില്ല. അറിയാവുന്ന പോലൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളെനിക്ക് ലൈക്ക് തരണേ, പാവം പിടിച്ചൊരു ചേച്ചിയാ. എന്നാൽ ശരി, എന്നാ ടാറ്റാ.